ഞങ്ങളുടെ വീടിന് ബോംബ് ഇതാരും പേടിക്കണ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബെറിഞ്ഞു നശിപ്പിക്കും. പിന്നെ ഞങ്ങളിവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. ശരി, ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ശരി, ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ്. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. പലരും പേടിച്ചിട്ടാണ് പറയുന്നത്. കാരണം ഇവരുടെ വീടുകളിൽ ബോംബെറിയും, ഇല്ലെങ്കിൽ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല. മുൻപനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഇപ്പോൾ ഇതിനു മുന്നിൽ നിന്നാണ് ഒരാളെ കാല് വെട്ടിയിട്ട് BJP കാരണങ്ങളാണ് ഇതിന് വഴി പോകുമ്പോൾ കാലൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് ജീവിക്കണം. ഈ മരിച്ചതും സാധാരണക്കാരനാണ്. അപ്പോൾ ഞങ്ങളെപ്പോഴും സാധാരണക്കാരുടെ ഒരവകാശമാണ് ഞങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ. നമ്മൾ എത്ര കാലം പിടിച്ചു വെക്കാൻ പറ്റും? എത്ര കാലം പിടിച്ചു വെക്കാൻ പറ്റും? പറയണ്ടേ? എത്ര കാലം പറയാണ്ടിരിക്കും? നാളെ എനിക്ക് എന്ത് സംഭവിക്കും എന്നറിയില്ല. എന്റെ വീട്ടിന് ബോംബ് എറിയുന്നോ എന്റെ വീട്ടിന് എന്തെറിയുന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് എന്റെ വീട്ടുകാരുടെ ജീവൻ ബലിയർപ്പിച്ചിട്ട്, എന്റെ ജീവിതം ബലിയർപ്പിച്ച് ഞാൻ ഇന്ന് നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാ ആളുകളുടെയും ജീവന് വേണ്ടിയിട്ടാണ്. പുല്ല് പറിക്കുന്ന സ്ത്രീകള്, കുട്ടികൾ കളിക്കുമ്പോൾ ക്രിക്കറ്റ് ബോൾ വീണിട്ട് അവര് പോയി എടുക്കും. അങ്ങനെ ഇവര് അലക്ഷ്യമായിട്ട് വെക്കണ ബോംബ് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരുടെ ജീവൻ വെച്ച് കളിക്കരുത്. ഇതൊരു പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ വീടിന് ബോംബ് ഇതാരും പേടിക്കണ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബെറിഞ്ഞു നശിപ്പിക്കും. പിന്നെ ഞങ്ങളിവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. ശരി, ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ശരി, ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ്. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. പലരും പേടിച്ചിട്ടാണ് പറയുന്നത്. കാരണം ഇവരുടെ വീടുകളിൽ ബോംബെറിയും, ഇല്ലെങ്കിൽ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല. മുൻപനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഇപ്പോൾ ഇതിനു മുന്നിൽ നിന്നാണ് ഒരാളെ കാല് വെട്ടിയിട്ട് BJP കാരണങ്ങളാണ് ഇതിന് വഴി പോകുമ്പോൾ കാലൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് ജീവിക്കണം. ഈ മരിച്ചതും സാധാരണക്കാരനാണ്. അപ്പോൾ ഞങ്ങളെപ്പോഴും സാധാരണക്കാരുടെ ഒരവകാശമാണ് ഞങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ. നമ്മൾ എത്ര കാലം പിടിച്ചു വെക്കാൻ പറ്റും? എത്ര കാലം പിടിച്ചു വെക്കാൻ പറ്റും? പറയണ്ടേ? എത്ര കാലം പറയാണ്ടിരിക്കും? നാളെ എനിക്ക് എന്ത് സംഭവിക്കും എന്നറിയില്ല. എന്റെ വീട്ടിന് ബോംബ് എറിയുന്നോ എന്റെ വീട്ടിന് എന്തെറിയുന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് എന്റെ വീട്ടുകാരുടെ ജീവൻ ബലിയർപ്പിച്ചിട്ട്, എന്റെ ജീവിതം ബലിയർപ്പിച്ച് ഞാൻ ഇന്ന് നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാ ആളുകളുടെയും ജീവന് വേണ്ടിയിട്ടാണ്. പുല്ല് പറിക്കുന്ന സ്ത്രീകള്, കുട്ടികൾ കളിക്കുമ്പോൾ ക്രിക്കറ്റ് ബോൾ വീണിട്ട് അവര് പോയി എടുക്കും. അങ്ങനെ ഇവര് അലക്ഷ്യമായിട്ട് വെക്കണ ബോംബ് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരുടെ ജീവൻ വെച്ച് കളിക്കരുത്. ഇതൊരു പ്രാർത്ഥനയാണ്.